നമസ്കാരം. കലോത്സവ വേദി ഇങ്ങനെ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് മറ്റൊരു പൂരമാണ് കേട്ടോ, കലോത്സവ പൂരമാണ്. അപ്പോൾ ഈ പൂരനഗരിയിൽ കലയെ സ്നേഹിക്കുന്ന എല്ലാവരും എത്തുന്നുണ്ട്. എനിക്കിപ്പം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി മാഡം ചേരുകയാണ്. ഞങ്ങൾ മാഡത്തെ ഇന്നലെ സാരിയുടെ പേരിലായിരുന്നു, അതായത് എന്താ പുനരുപയോഗിക്കാവുന്ന സാരി അല്ലേ. എൻ്റെ സാരി 8 വർഷമായി പറഞ്ഞപ്പം വലിയ കയ്യടി ഉണ്ടായിരുന്നു അവിടെ. 8 വർഷം പഴക്കം മാത്രമല്ല, അത് മറ്റവരെ ഉപേക്ഷിച്ച സാരിയാണ്. സ്വാപ്പ് ഷോപ്പിൽ നിന്ന് എടുത്ത സാരിയാണ്. അതെ, എന്റെ കളക്ഷനിലുള്ള 80% സാരികളും അങ്ങനെയാണെന്നും കേട്ടു. യെസ്, ഡെഫിനറ്റ്ലി. ഞാനായിട്ട് സാരി ഒരു കടയിൽ പോയി മേടിച്ച് ഏകദേശം 10 വർഷമായി. കുട്ടികളോട് അത് പറഞ്ഞപ്പോൾ അവരത് അങ്ങ് ഏറ്റെടുക്കുന്നു എന്ന് സ്വയം തോന്നുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല, ഇപ്പൊ അതിന്റെ ഫീഡ്ബാക്ക് കുട്ടികളോട് ഇനി സംസാരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്ത ശേഷം പല കുട്ടികളായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളും, കാരണം അവർ ക്ലീൻ സ്ലേറ്റ് ആണല്ലോ, സോ എല്ലാ കുട്ടികൾക്കും ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം അവർ വളരെ എക്സൈറ്റഡ് ആണ്, നന്നായിട്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ ക്ലാസ് എടുക്കുന്നു, ചിലപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ നമ്മൾ പറയുന്നു, പക്ഷേ അത് പിന്നെ അവർ വീണ്ടും ജീവിതത്തിലേക്ക് പോകുമ്പോൾ ചുറ്റും വീണ്ടും കമ്പോള ലോകത്തിന്റെ കള്ളങ്ങളല്ലേ കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന സത്യം ചിലപ്പോൾ ശബ്ദം കുറഞ്ഞു പോകുന്നു ഈ കള്ളങ്ങൾക്കിടയ്ക്ക്. സോ എന്തായാലും ട്രൂത്ത് ഓൾവേസ് വിൻസ്. നമ്മൾ സത്യം അങ്ങ് ഉറക്കെ പറയുന്നത് എന്റെ കർത്തവ്യമാണ്. ആരെന്ത് വിചാരിച്ചാലും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് എന്റെ കർത്തവ്യം ഞാൻ പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇവിടെ എത്തുമ്പോൾ അറിയാതെ പാടി പോകുന്നു, അറിയാതെ താളം പിടിച്ചു പോകുന്നു, അറിയാതെ നൃത്തം വെച്ച് പോകുന്നു. അങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ അല്ലേ മാഡത്തിന്? ഡെഫിനറ്റ്ലി ഐ ലവ് ഡാൻസിങ്, ഐ ലവ് മ്യൂസിക്. പക്ഷേ അത് സാധാരണ നമ്മള് വീട്ടിലും ബാത്റൂമിലും മാത്രമേ ലിമിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. മാഡം പാട്ട് പഠിച്ചിട്ടുണ്ട്. പാടും മാഡം, പാടും. നമുക്ക് വേണ്ടി, നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി മാഡം ഈ കലോത്സവ വേദിയിലെത്തിയാൽ ആരാണ് പാടാതിരിക്കുക? അപ്പൊ വേണം ഒരു പാട്ടാവാം. എന്നാളും பொன்வானம் நான் என்னை நீதான் பிரிந்தாலும் நினைவாலே அனைப்பே நீலாவேவா செல்லாதேவா. സിമ്പിൾ പാട്ടല്ല കേട്ടോ, നിറയെ സംഗതികളുള്ള പാട്ടാ. ഇപ്പോൾ കലോത്സവ വേദി നമ്മളെപ്പോഴും ഈ പണത്തിൻ്റെ പളപളപ്പ് കാണുന്ന ഒരു സ്ഥലമാണ് കലോത്സവ വേദി. കായികമേളയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഏത് കുട്ടികൾക്കും വരാം. അപ്പോ വാസുകി IAS പറഞ്ഞതുപോലെ തന്നെ കലോത്സവ വേദിയിൽ ഇങ്ങനെ